എല്ലാവർക്കും നമസ്കാരം. ശ്രീമാത്സിലേക്ക് സ്വാഗതം. ഞാനിന്ന് ഹൈസ്കൂൾ ക്ലാസ്സുകൾ വളരെയേറെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്ക്, ട്രിഗ്നോമെട്രിയുടെ ബേസിക്സ്. അടിസ്ഥാനപരമായിട്ട് ട്രിഗ്നോമെട്രി നമുക്ക് എങ്ങനെ പഠിക്കാം, വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ, അതുപോലെ തിയറി മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ ട്രിഗ്നോമെട്രി ഒരു ഈസി പോർഷനാണ്. എല്ലാവരും വലിയ ഡിഫിക്കൽട്ടായിട്ട് വിചാരിക്കും, പക്ഷെ വളരെ ഈസി ആയിട്ടുള്ള പോർഷനാണ് ത്രികോണമിതി, ട്രിഗണോമെട്രി. അതിനായിട്ട് ഫസ്റ്റിൽ നമ്മൾ ഒരു റൈറ്റ് ആംഗിളുടെ ട്രയാങ്കിൾ, ഒരു മട്ട ത്രികോണം എന്ന് പറഞ്ഞാൽ ഒരു കോൺ, മൂന്ന് ട്രയാങ്കിൾ എ ബി സി കൺസിഡർ ചെയ്യുക. വി ആർ കൺസിഡറിങ് ട്രയാങ്കിൾ എ ബി സി. ദിസ് ഈസ് എ റൈറ്റ് ട്രയാങ്കിൾ. ഇതിൽ ഒരു കോണ് 90 ഡിഗ്രി ആയിരിക്കും. ഈ ഒരു കോണ് ആംഗിൾ എ ബി സി, ബി എന്ന് പറയുന്ന കോൺ ഈ ചിത്രത്തിൽ നോക്കിയാൽ മതി. ബി എന്ന് പറയുന്ന കോണ് 90 ഡിഗ്രി ആയിരിക്കും. അപ്പൊ ഈ ഒരു എ ബി സിയോ പി ക്യു ആറോ എക്സ് വൈ സെഡോ ഏത് മാറട്ടെ, ഇവിടെ നമ്മൾ ത്രികോണം എ ബി സി കൺസിഡർ ചെയ്യുന്നു. ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ ആണ്. റൈറ്റ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ അതിലെ ഒരു കോണ്, ഇവിടെ 3 കോണുകൾ, ഒരു ത്രികോണത്തിൽ 3 കോണുകളാണുള്ളത്. ഇവിടെ കോൺ എ, കോൺ ബി, കോൺ സി. ഇവിടെ കോൺ സി, കോൺ ബി എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്, 90 ഡിഗ്രിയാണ്. ഇവിടെ ബി എന്ന് പറയുന്നത് നമുക്ക് ചിത്രത്തിൽ കണ്ടാൽ മനസ്സിലാകും 90 ഡിഗ്രിയാണ്. റൈറ്റ് ആംഗിൾ, റൈറ്റ് ആംഗിളുടെ ട്രയാങ്കിൾ ആണ്. റൈറ്റ് ആംഗിളുടെ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ഒരു ത്രികോണം, അതിലെ ഏതെങ്കിലും ഒരു ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. ഇവിടെ ആംഗിൾ ബി എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. ഇവിടെ 3 ആംഗിൾ ഉണ്ട്, ആംഗിൾ എ, ആംഗിൾ ബി ആൻഡ് ആംഗിൾ സി. ഇവിടെ ഈ we consider another angle C as theta. We call this as theta. Angle C as theta. Yeah, 90 degree angle, angle B, right angle, and we call this angle as theta. Angle C equal to theta. We name it as theta. Studied in lower classes Pythagorean theorem, Pythagoras theorem. എന്ന് വെച്ചാല് ഒരു മട്ട ത്രികോണത്തിലെ ഒരു റൈറ്റ് ആംഗിളുടെ ട്രയാങ്കിള് 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു സൈഡിനെ, അതിന്റെ നേരെ എതിർവശത്ത് കിടക്കുന്ന സൈഡിനെ നമ്മൾ ഹൈപ്പോട്ന്യൂസ് എന്ന് പറയുന്നു. ഹൈപ്പോട്ന്യൂസ് അഥവാ കർണം, മലയാളത്തിൽ കർണം. ഇവിടെ ഏറ്റവും വലിയ വശം എ ബി, 3 സൈഡുകളാണുള്ളത്. എ ബി, ബി സി ആൻഡ് സി എ, 3 സൈഡുകൾ. അതിലെ ആംഗിൾ ബി എന്ന് പറയുന്നത് 90 ഡിഗ്രി, ലൈസ് ഓപ്പോസിറ്റ് ടു 90 ഡിഗ്രി, ദാറ്റ് ഈസ് ഹൈപ്പോട്ന്യൂസ്. ഓപ്പോസിറ്റിൽ കിടക്കുന്ന സൈഡാണ് ആംഗിൾ ബി. 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റിൽ കിടക്കുന്ന സൈഡാണ് എ സി, അത് ഹൈപ്പോട്ന്യൂസ് പറയും, മലയാളത്തിൽ കർണം. ഇവിടെ അപ്പൊ ഹൈപ്പോട്ന്യൂസ് ഏതാണ്? എ സി. Hypotenuse, the longest side in the right triangle. The side lies opposite to 90 degree. And we consider this as theta, angle C. Considering the angle theta, the opposite side is AB. The side lies opposite to angle C. This opposite side. Either considering angle theta, the side lies opposite to angle C is opposite side. We call it as opposite side. And here we consider angle theta, C. The side opposite to angle theta is angle C is AB. Then hypotenuse, opposite side, your hypotenuse is AC. And opposite side is AB. AB, BC and AC. The side lies opposite to 90 degree. That is 90 degree opposite side. Hypotenuse. Karna. Malayalatile karna. AB. Then we consider the angle theta. To find out the trigonometry, basics of trigonometry, consider the angle theta. C. Name it as angle C as theta. Then AB is the side opposite to C. C എന്ന ആംഗിളിന് നേരെ എതിർവശത്ത് കിടക്കുന്ന സൈഡാണ് AB. That is opposite side. Angle theta consider ചെയ്യുമ്പോൾ opposite side. Then hypotenuse, opposite side, and what about BC? The side closest to theta. ഈ തീറ്റ എന്ന ആംഗിളിനോട് നേരെ അടുത്ത് കിടക്കുന്നത് adjacent side. Adjacent means closest to side to C.
ആംഗിൾ തീറ്റ കൺസിഡർ ചെയ്യുമ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് എ ബി. നേരിയുടെ ഓപ്പോസിറ്റിലുള്ളത് മട്ടക്കോണിന്റെ ഓപ്പോസിറ്റിലുള്ളത് ഹൈപ്പോട്ടന്യൂസ്. കാരണം തീറ്റ കൺസിഡർ ചെയ്യുമ്പോൾ അതിന് അടുത്ത് കിടക്കുന്നത് സമീപത്ത് കിടക്കുന്നത് അതിനെ അഡ്ജസന്റ് സൈഡ് എന്ന് പറയും. മലയാളത്തില് സമീപവശം. അഡ്ജസന്റ് സൈഡ് സമീപവശം. ഇവിടെ അഡ്ജസന്റ് സൈഡ് എന്ന തീറ്റയുടെ ഓപ്പോസിറ്റിൽ കിടക്കുന്ന ഓപ്പോസിറ്റ് സൈഡ്. തീറ്റയുടെ അഡ്ജസന്റ് സമീപത്ത് നിയർ ബൈ സൈഡ് എന്ന് പറയുന്നത് അഡ്ജസന്റ് സൈഡ്. ഇവിടെ ബി സി ആണ് അഡ്ജസന്റ് സൈഡ്. ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയാൻ കർണം. ഹൈപ്പോട്ടന്യൂസ് കർണം. അതിന്റെ മലയാളം കർണം. ഓപ്പോസിറ്റ് സൈഡ് എതിർവശം. ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയാൻ എതിർവശം. ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയാൻ കർണം. മലയാളം ടെൻസ്. അഡ്ജസന്റ് സൈഡ് എന്ന് പറയാൻ സമീപവശം. ഇവിടെ തീറ്റ കൺസിഡർ ചെയ്യുമ്പോൾ ആംഗിൾ സി തീറ്റ കൺസിഡർ ചെയ്യുമ്പോൾ തീറ്റയുടെ നേരെ ഓപ്പോസിറ്റ് കിടക്കുന്നത് ഓപ്പോസിറ്റ് സൈഡ്. എതിർവശത്ത് കിടക്കുന്ന എതിർവശം ഓപ്പോസിറ്റ് സൈഡ് എ ബി. ഓപ്പോസിറ്റ് സൈഡ് എ ബി. We consider a right angle triangle, that is angle is right angle, that is 90 degree. 90 ഡിഗ്രി ആയിരിക്കും ഒരു ആംഗിൾ. അതിനെ മട്ടക്കോണം എന്ന് പറയും. മട്ടക്കോൺ റൈറ്റ് ആംഗിൾ ഓർ അതിന്റെ മലയാളം മട്ടക്കോൺ. ഈ 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റിൽ കിടക്കുന്നതാണ് ഹൈപ്പോട്ടന്യൂസ്. കാരണം നമുക്ക് 3 വശങ്ങളായി എ ബി ബി സി ആൻഡ് എ സി. വാട്ട് അബൌട്ട് എ സി? The side opposite to 90 degree, that is the longest side in the right triangle. ഈ റൈറ്റ് ട്രയാങ്കിളിലെ ഏറ്റവും നീളം കൂടിയ വശമാണ് ഹൈപ്പോട്ടന്യൂസ്. ഇവിടെ ഇതിന് 90 ഓപ്പോസിറ്റ് കിടന്ന ഹൈപ്പോട്ടന്യൂസ് അഥവാ കാരണം ഇവിടെ എ സി. ഇതിന്റെ പേര് നോക്കാം. എ സി. നെക്സ്റ്റ് വി കൺസിഡർ ആംഗിൾ സി ആസ് തീറ്റ. നെയിം ഇറ്റ് ആസ് തീറ്റ. ദാറ്റ് ഈസ് considering this angle theta, the side lies opposite to theta is opposite side, that is AB is opposite side. ഈ തീറ്റ എന്ന ആംഗിൾ നേരെ എതിർവശത്ത് കിടക്കുന്നത് എതിർവശം ഓപ്പോസിറ്റ് സൈഡ് AB. ഈ തീറ്റ എന്ന ആംഗിളിന്റെ സമീപത്ത് നിയർ ബൈ സൈഡ് ഏറ്റവും അടുത്ത് കിടക്കുന്ന സൈഡിനെ നമ്മൾ അഡ്ജസന്റ് സൈഡ് എന്ന് പറയും. സമീപവശം എന്ന് പറയും. അഡ്ജസന്റ് സൈഡ് സമീപവശം. ഇനി നമുക്ക് ട്രിഗണോമെട്രിക് റേഷ്യോസ്, അതായത് സൈൻ തീറ്റ, കോസ് തീറ്റ, ടാൻ തീറ്റ, ഇതിനാണ് ട്രിഗണോമെട്രിക് റേഷ്യോസ്, ത്രികോണമിതി അംശബന്ധങ്ങൾ എന്ന് പറയും. ഈ സൈൻ തീറ്റ എന്ന് പറയാൻ SINE, അതിന്റെ ഷോർട്ടാണ് SIN എന്ന് നമ്മൾ എഴുതുന്നത്. കോസ് തീറ്റ എന്ന് പറയാൻ കൊസൈൻ തീറ്റ, കൊസൈൻ. ടാൻ തീറ്റ എന്ന് പറയാൻ ടാൻജന്റ്. ഇവിടെ സൈൻ കോസ് ടാൻ എന്ന് പഠിച്ചാൽ മതി. സൈൻ തീറ്റ, കോസ് തീറ്റ, ടാൻ തീറ്റ. സൈൻ തീറ്റ, cos theta, tan theta. Then we have 3 sides, AB, BC and CA in triangle. ABC in right triangle, ABC. Right triangle means the angle in one angle is 90 degree. The angle, one angle here, ABC, B is 90 degree. The side lies opposite to 90 degree is hypotenuse. Then consider an angle theta as C, mean the angle C as theta. Then considering this angle theta, then the side lies opposite to angle theta, angle C. The angle C യുടെ നേരെ എതിർവശത്ത് കിടക്കുന്നതിനെ നമ്മൾ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നു. ഓപ്പോസിറ്റ് സൈഡ്. ഓപ്പോസിറ്റ് സൈഡ് ഇവിടെ ഏതാണ്? AB. ഇനി ഇതിന് അടുത്തായിട്ട് കിടക്കുന്ന നിയർ ബൈ സൈഡ്, ഹൈപ്പോട്ടന്യൂസുമായി ഓപ്പോസിറ്റ് സൈഡുമായി. ഇനി വേറെ സൈഡ് ഉണ്ടല്ലോ, 3 സൈഡ് ഉണ്ടല്ലോ, 3 സൈഡ്സ്. ഇവിടെ ഇതിന്റെ അടുത്ത് കിടക്കുന്ന നിയർ ബൈ സൈഡ് ടു തീറ്റ, ടു ആംഗിൾ സി ഈസ് നിയർ ബൈ സൈഡ് മീൻസ് സമീപവശം, സമീപത്ത് കിടക്കുന്നത്. The side lies closest to C is adjacent side. We have 3 sides, AC, hypotenuse. The side lies opposite to 90 degree, right angle. Then the side lies opposite to angle theta. Then consider theta, name the angle C as theta. Theta, the side lies opposite to theta is opposite side. The side lies closest to angle theta is adjacent side, nearby side to theta. Opposite side, hypotenuse and adjacent side. Then we have to find out some formulas
for finding sin theta, cos theta and tan theta. Sin theta equal to opposite side by sin theta equal to opposite side by hypotenuse. Opposite side by hypotenuse. Opposite side ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. Opposite sides AB. AB by AC. Cos theta equal to adjacent side by hypotenuse. Adjacent side ഇവിടെ BC. BC by AC. Then we have to bifurcate the formula tan theta equal to sin theta by cos theta. So we have to write tan theta equal to opposite side by adjacent side, opposite side by adjacent side, opposite side by adjacent side. Tan theta equal to opposite side by adjacent side. That is opposite side is AB. AB by BC. We have to remember that the opposite ratios of sin theta and opposite ratio cosec theta. Cos theta and opposite ratio sec theta. Tan theta and opposite ratio cot theta. That is sin theta equal to 1 by cosec theta or cosec theta equal to 1 by sin theta. Sec and cos are opposite trigonometric ratios. Secum cosum എതിരായിട്ടുള്ള ത്രികോണ മിതി അംശബന്ധങ്ങളാണ്. സീക്കും കോസും എതിരാണ്, ടാനും കോട്ടും എതിരാണ്, ഓപ്പോസിറ്റ് റേഷ്യോസ് ആണ്. സൈനും കൊസീക്കും ഓപ്പോസിറ്റ് റേഷ്യോസ് ആണ്. നമ്മളൊരു റൈറ്റ് ആംഗിളിന്റെ ട്രയാംഗിൾ ABC കൺസിഡർ ചെയ്യുന്നു. ഇതിൽ ഒരാംഗിൾ റൈറ്റ് ആംഗിൾ മീൻസ് 1 ആംഗിൾ is 90 degree. 1 angle 90 degrees, that is triangle, right angle triangle ABC in which B is 90 degree. The side lies opposite to angle B is hypotenuse. B എന്ന 90 ഡിഗ്രിക്ക് നേരെ എതിർവശത്ത് കിടക്കുന്നതിനെ കർണം അഥവാ ലോങ്സ്റ്റ് സൈഡ് ആണ് ട്രയാംഗിൾ ABCയിലെ. റൈറ്റ് ആംഗിൾ ട്രയാംഗിളിലെ ലോങ്സ്റ്റ് സൈഡ് ആണ് ഹൈപ്പോട്ടന്യൂസ്. നമ്മൾ പൈതഗോറസ് തിയറം പഠിച്ചിട്ടുണ്ട്, അത് ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ദാറ്റ് ഈസ് ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ AC സ്ക്വയർ equal to the sum of the squares of other two sides. AB square plus BC square. We call this theorem as Pythagorean theorem or Pythagoras theorem or just theorem. When we know sin theta equal to opposite by hypotenuse, then cosec theta equal to നേരെ തിരിച്ചിട്ടാണ്, that opposite. Hypotenuse by opposite. Sin പഠിച്ചാൽ cosec പഠിക്കുക എളുപ്പമാണ്. കോസ് പഠിച്ചാൽ സീക്ക് പഠിക്കാം. കോസ് അഡ്ജസന്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണെങ്കിൽ സീക്ക് ഹൈപ്പോട്ടന്യൂസ് ബൈ അഡ്ജസന്റ്. ടാൻ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ് ആണെങ്കിൽ കോട്ട് അഡ്ജസന്റ് ബൈ ഓപ്പോസിറ്റ്. സൈനും കോസും ടാൻ പഠിച്ചാൽ മതി. അതിന്റെ നേരെ ഓപ്പോസിറ്റ്. സൈനിന്റെ ഓപ്പോസിറ്റ് കൊസീക്ക്, കോസിന്റെ ഓപ്പോസിറ്റ് സീക്ക്, ടാൻ തീറ്റയുടെ ഓപ്പോസിറ്റ് കോട്ട് തീറ്റ. ബൈഹാർട്ടാക്കി വെക്കുക. കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു വെക്കുക. അപ്പൊ നന്നായിട്ട് പഠിക്കാൻ സാധിക്കും. ഒരു റൈറ്റ് ആംഗിളിന്റെ ട്രയാംഗിൾ കൺസിഡർ ചെയ്യുക. അതിലൊരു ആംഗിള് 90 ഡിഗ്രിയാണ്, ബി 90 ഡിഗ്രിയാണ്. 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റിൽ കിടക്കുന്നത് ഹൈപ്പോട്ടന്യൂസ് ആണ്, കർണമാണ്. ഇനി വേറൊരു ആംഗിൾ തീറ്റ കൺസിഡർ ചെയ്യുന്നു, സി തീറ്റ. നെയിം ഇറ്റ് ആസ് ആംഗിൾ സി ആസ് തീറ്റ. And considering this angle theta, the side lies opposite to theta is opposite side, that is AB. The side lies closest to C, theta, that is adjacent side. We study opposite side, hypotenuse and adjacent side. ഈ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ പ്രയോജനപ്രദമാകും എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. ഈ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ തുടർന്ന് ഇതുപോലെയുള്ള ധാരാളം വീഡിയോകൾ ശ്രീമാസിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. താങ്ക് യു. താഴെയുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. താങ്ക് യു.